പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം GST പോർട്ടലിൽ പുതിയതായി വന്ന GSTR 2B എന്ന റിപ്പോർട്ടിനെ കുറിച്ചാണ്. എങ്ങനെയാണ് GSTR 2B എന്ന റിപ്പോർട്ട് GSTR 3B പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഓഗസ്റ്റ് മാസത്തെ GSTR 1 മുതലാണ് ഈ GSTR 2B എന്ന റിപ്പോർട്ട് പ്രാവർത്തികമാകുന്നത്. അതായത് സെപ്റ്റംബർ 12 ശേഷമായിരിക്കും നമ്മൾ GSTR 2B എന്ന റിപ്പോർട്ട് ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. നമുക്കിതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. GSTR 2B എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 12 മുതലാണ് ഇതിന് പ്രാബല്യമുള്ളത്. ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഓട്ടോ ഡ്രാഫ്റ്റഡ് ITC സ്റ്റേറ്റ്മെൻ്റാണ് GSTR 2B എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് GSTR 1 അല്ലെങ്കിൽ GSTR 5 അല്ലെങ്കിൽ GSTR 6 എന്ന 3 റിപ്പോർട്ടുകൾ സപ്ലയർ ഫയൽ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് GSTR 2B എന്നുള്ള റിപ്പോർട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നത്. GSTR 2B എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിക് സ്റ്റേറ്റ്മെൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് നമ്മൾ എന്നെടുത്താലും ഒരേപോലെ ഇരിക്കും, റിപ്പോർട്ടിന് മാറ്റം വരികയില്ല. നമുക്കറിയാം GSTR 2A വേരിയേഷൻ വരുന്ന റിപ്പോർട്ടാണ്. കാരണം ഇന്നെടുക്കുന്ന റിപ്പോർട്ടായിരിക്കില്ല GSTR 2A നാളെ എടുക്കുമ്പോൾ കിട്ടുന്നത്. സപ്ലയേഴ്സ് GSTR 1 ഫയൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ GSTR 2A വേരി ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ GSTR 2B എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ഏത് ദിവസം പ്രിൻ്റ് എടുത്താലും ഒരേപോലെ ഇരിക്കും, മാറ്റമൊന്നും വരികയില്ല. അത് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. This report will contain data from the return filed by the supplier from the end of due date of previous month to due date of filing of current month. അപ്പോൾ ഈ റിപ്പോർട്ട് GSTR 2B എന്ന റിപ്പോർട്ട് ഒരു പ്രത്യേക മാസത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഏത് ദിവസം മുതൽ ഏത് ദിവസം വരെ ഫയൽ ചെയ്ത GSTR 1ൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസത്തെ GSTR 1 ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിൻ്റെ അന്ന് പാതിരാത്രി മുതൽ ഈ മാസത്തെ GSTR 1 ഫയൽ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റിൻ്റെ പാതിരാത്രി വരെയുള്ള സമയത്ത് ഫയൽ ചെയ്ത GSTR 1ൽ നിന്നോ 5ൽ നിന്നോ 6ൽ നിന്നോ ആണ് GSTR 2B ജനറേറ്റ് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലെ GSTR 2B എന്ന റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ സപ്ലയേഴ്സ് 11-ാം തീയതി ഓഗസ്റ്റ് 11 മിഡ് നൈറ്റ് മുതൽ സെപ്റ്റംബർ 11 മിഡ് നൈറ്റ് വരെ ഫയൽ ചെയ്തിരിക്കുന്ന GSTR 1ൻ്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 12 നമുക്ക് ഈ റിപ്പോർട്ട് അവൈലബിൾ ആയിരിക്കും. ഈ റിപ്പോർട്ട് സെപ്റ്റംബർ 12 എടുത്താലും സെപ്റ്റംബർ 13 എടുത്താലും സെപ്റ്റംബറിൽ ഏത് മാസത്തിലെടുത്താലും ഈ റിപ്പോർട്ട് ഒക്ടോബറിലെടുത്താലും ഒരേപോലെ ഇരിക്കും, മാറ്റമൊന്നും വരികയില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ഇനി മുതൽ സപ്ലയർ ഡ്യൂ ഡേറ്റിൽ അവരുടെ GSTR 1 ഫയൽ ചെയ്തില്ല എങ്കിൽ പർച്ചേസ് ചെയ്ത ആൾക്ക് ആ മാസത്തിലെ ITC നിഷേധിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ITC അവൈൽമെൻറ്റ് സെപ്റ്റംബർ മാസം മുതൽ സപ്ലയറുടെ GSTR 1 ഫയലിംഗ് പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. അങ്ങനെ സപ്ലയർ ഫയൽ ചെയ്യാത്ത ഒരു ഇൻവോയ്സിൻ്റെ ബേസിൽ നമ്മൾ ITC എടുത്താൽ ഡിപ്പാർട്ട്മെൻറ്റിന് അത് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് നോട്ടീസ് വന്നാൽ നമ്മൾ 18% ഇൻട്രസ്റ്റ് കൊടുക്കാൻ ബാധ്യസ്ഥരുമായിരിക്കും. അതുകൊണ്ട് ഇനി മുതൽ സെപ്റ്റംബർ മുതൽ നമ്മൾ സപ്ലയറെ കാര്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അവർ ഫയൽ ചെയ്തില്ല എങ്കിൽ അവരെ കൊണ്ട് ഫയൽ ചെയ്യിക്കണം. അവർ ഒരു മാസം താമസിച്ചാണ് സപ്ലയർ GSTR 1 ഫയൽ ചെയ്യുന്നതെങ്കിൽ ഇനി മുതൽ അത് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരു മാസം താമസിച്ചായിരിക്കും ITC എടുക്കാൻ സാധിക്കുക. ഇനി പഴയ 20% കൂട്ടിയെടുക്കുന്നതോ അല്ലെങ്കിൽ 10% കൂട്ടിയെടുക്കുന്നതോ
ആയ നിയമം ഇനി മുതൽ പ്രാബല്യത്തിൽ ഉണ്ടാവുകയില്ല എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു GSTR 2A വരുന്ന ക്രെഡിറ്റിൻ്റെ 10% കൂടുതൽ എടുക്കാനുള്ള ഒരു പെർമിഷൻ നമുക്ക് ഉണ്ടായിരുന്നു. ആ പെർമിഷൻ ഇനി ഉണ്ടാകുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. കാരണം ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പോൾ കറക്റ്റായിട്ട് വന്ന GSTR 2Bയിൽ കാണുന്ന ക്രെഡിറ്റ് മാത്രമേ നമുക്ക് GSTR 3Bയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വേണം വിചാരിക്കുവാനായിട്ട്. ഇനി ഇതിൻ്റെ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിൻ്റെ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലെ GSTR 2B എന്ന് പറയുന്നത് ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നോർമൽ ടാക്സ് പെയർ ഫയലിംഗ് അറ്റ് മന്ത്ലി ഫ്രീക്വൻസിയിലാണെങ്കിൽ എന്ന് മുതൽ എന്ന് വരെയാണ് ഡേറ്റ എടുക്കുന്നത്. GSTR 1 ഫയൽഡ് ബിറ്റ്വീൻ 12 ഓഗസ്റ്റ് മുതൽ 11 സെപ്റ്റംബർ വരെ. അതായത് GSTR 1 ഓഗസ്റ്റിലെ GSTR 1 ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 11 ആണ്. അപ്പോൾ ജൂലൈയിലെ GSTR 1 ഫയൽ ചെയ്യേണ്ടിരുന്ന ഡേറ്റ് ഓഗസ്റ്റ് 11 ആയിരുന്നു. അപ്പോൾ ജൂലൈയിലെ GSTR 1 ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞു വരുന്ന മിനിറ്റ്, അതായത് 12-ാം തീയതി ഏർലി മോർണിംഗ് 1 മിനിറ്റ് മുതൽ 11-ാം തീയതി പാതിരാത്രി 23:59 വരെയുള്ള സമയത്തുള്ള GSTR 1-ൽ നിന്നോ 5-ൽ നിന്നോ 6-ൽ നിന്നോ ആണ് നമ്മുടെ GSTR 2B ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പീരീഡിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രീവിയസ് ഡ്യൂ ഡേറ്റ് ടു കറണ്ട് ഡ്യൂ ഡേറ്റ്. ഇനി നോർമൽ ടാക്സ് പേയേഴ്സ് ഫയലിംഗ് അറ്റ് ക്വാർട്ടർലി ഫ്രീക്വൻസി സെയിം സിറ്റുവേഷനാണ്. ഒരു വ്യത്യാസവും ഇതിനകത്തില്ല. മന്ത്ലിയും ക്വാർട്ടർലിയിലും റിപ്പോർട്ട് ക്യാപ്ചറിങ് ഡേറ്റ് സെയിം ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് എന്താണ്? ക്വാർട്ടർലി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരുടെ ക്രെഡിറ്റ് നമുക്ക് 3 മാസം കഴിഞ്ഞ് മാത്രമേ ബെനിഫിഷ്യറിക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ക്വാർട്ടർലി റിട്ടേൺ ഒരു സപ്ലയർ ക്വാർട്ടർലിയാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതെങ്കിൽ അയാളുടെ അടുക്കൽ നിന്ന് പർച്ചേസ് ചെയ്തയാൾ 2 മാസം വെയിറ്റ് ചെയ്ത് 3-ാമത്തെ മാസം മാത്രമേ അദ്ദേഹത്തിന് ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. GSTR 5 എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ടാക്സ് പെയർ ആണ് ഫയൽ ചെയ്യേണ്ടത്. അതിൻ്റെയും സിറ്റുവേഷൻ സെയിം തന്നെയാണ്. ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ GSTR 6 ആണ് ഫയൽ ചെയ്യുന്നത്. അതിൻ്റെയും പീരീഡ് സെയിം തന്നെയാണ്. ഇനി ഇമ്പോർട്ട് ഫ്രം ഓവർസീസ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഇമ്പോർട്ട് ഫ്രം സെസ് ആണെങ്കിലും ഇങ്ങനെ ഒരു കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഇനി ഇത്രയും പറഞ്ഞപ്പോൾ നമുക്കൊരു സംശയം വരാം. നമ്മൾ 3 റിപ്പോർട്ടിൽ നിന്നാണ് GSTR 2B ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. GSTR 1, GSTR 5, GSTR 6. അപ്പോൾ ഈ 3 റിപ്പോർട്ടിൻ്റെയും ഡ്യൂ ഡേറ്റ് ഡിഫറൻ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് GSTR 1-ൻ്റെ ഡ്യൂ ഡേറ്റാണ്. ഇനി GSTR 1-ൻ്റെ ഡ്യൂ ഡേറ്റ് 11-ാം തീയതിയാണ്. അടുത്ത മാസം 11-ാം തീയതിയാണ് തലേ മാസത്തിൻ്റെ GSTR 1 ഫയൽ ചെയ്യേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ GSTR 5-ഉം GSTR 6-ൻ്റെ ഡ്യൂ ഡേറ്റ് ഒന്നിൽ നിന്ന് വ്യത്യാസപ്പെട്ടു വരാം. കാരണം ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ സമയം 5-നും 6-നും അനുവദിച്ചു എന്ന് വരാം. അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ വരുന്ന ക്രെഡിറ്റുകൾ നമ്മുടെ 2Bയിൽ വന്നിട്ടില്ല എങ്കിൽ കൂടെ നമുക്ക് സെൽഫ് അസസ്മെൻറ്റ് ബേസിൽ നമുക്ക് 3Bയിൽ എടുക്കാവുന്നതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നീട് എപ്പോഴാണോ നമ്മുടെ 2Bയിൽ ആ ഇൻവോയ്സുകൾ അപ്പിയർ ചെയ്ത് വരുന്നത് ആ സമയത്ത് നമ്മളത് എടുക്കാനും പാടില്ല. അപ്പോൾ ഒരു പ്രാവശ്യമേ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. ഡ്യൂപ്ലിക്കേഷൻ വരരുത്. ഡ്യൂപ്ലിക്കേഷൻ വന്നാൽ പെനാൽറ്റി കൊടുക്കേണ്ടി വരും. ഇതാണ് GSTR 1-ൻ്റെ ഡേറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് GSTR 5 അല്ലെങ്കിൽ 6-ൻ്റെ ഫയലിംഗ് ഡേറ്റ് എങ്കിൽ ചെയ്യേണ്ട കാര്യം. ഇനി GSTR 2B എന്ന് പറയുന്നത് GSTR 3B പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു ഹെൽപ്പിംഗ് റിപ്പോർട്ടാണ്. ഇനി മുതൽ നമുക്ക് GSTR 3B പ്രിപ്പയർ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോയിട്ട് ആ മാസത്തെ GSTR 2B PDF-ൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് എത്ര ക്രെഡിറ്റ് എടുക്കാം, എത്ര റിവേഴ്സ് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ആ റിപ്പോർട്ടിനകത്തുണ്ട്. അത് വെച്ചിട്ട് നേരെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ GSTR 3B റിപ്പോർട്ട് പെർഫെക്റ്റ് ആയിരിക്കും. ഒരു പ്രശ്നമേ ഉള്ളൂ, നമ്മൾ ഉദ്ദേശിച്ച മാതിരി ക്രെഡിറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. കറൻറ്റ് മന്തിലെ ക്രെഡിറ്റ് മുഴുവൻ വന്നിട്ടുണ്ടാവുകയില്ല. അങ്ങനെ വരുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്
കൊടുക്കേണ്ടി വരും. അത് മാത്രമേ ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ. Availment of ITC by recipient is heavily depending on the timely filing of GSTR 1, 5, 6 by the supplier. അതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. സെപ്റ്റംബർ മാസം മുതൽ ITC അവൈൽ ചെയ്യുന്നത് സപ്ലയറുടെ GSTR 1 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 6 ഫയൽ ചെയ്യുന്നതിൻ്റെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അവിടെ നിന്ന് പർച്ചേസ് ചെയ്ത ആൾക്ക് ITC കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് സപ്ലയറെ ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും. ഈ സപ്ലയർ ഈസ് നോട്ട് ഫയലിംഗ് ദ റിട്ടേൺ റെസിപ്പിയൻറ്റ് കനോട്ട് ക്ലെയിം ITC. വെരി സിമ്പിൾ, ഒരു കൺഫ്യൂഷനും ഇല്ല. സപ്ലയർ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ റെസിപ്പിയൻറ്റ് ക്ലെയിം ചെയ്യണ്ട എന്ന സിറ്റുവേഷനാണ്. ഇനി അങ്ങനെ ക്ലെയിം ചെയ്താൽ വളരെ ഈസിയാണ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് ക്ലെയിം ചെയ്തു പോയാൽ പണ്ടത്തെ മാതിരിയല്ല, നേരത്തെ വളരെ ഡിഫിക്കൽട്ടായിരുന്നു കണ്ടുപിടിക്കാൻ. GSTR 2A എപ്പോഴും വേരി ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഡേറ്റിലെ GSTR 2A ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നമുക്കും ബുദ്ധിമുട്ടായിരുന്നു, ഡിപ്പാർട്ട്മെൻറ്റിനും ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ നമുക്കും എളുപ്പമാണ്, ഡിപ്പാർട്ട്മെൻറ്റിനും എളുപ്പമാണ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ അവൈലബിൾ ആയിട്ടിരുന്ന ക്രെഡിറ്റ് എത്രയാണ്, നമ്മൾ 3Bയിൽ എത്രയാണ് അവൈൽ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ക്ലിക്കിൽ മനസ്സിലാകും, ഡിപ്പാർട്ട്മെൻറ്റിന് മനസ്സിലാകും. അടുത്ത ക്ലിക്കിൽ നോട്ടീസ് വരും എന്ന് പ്രതീക്ഷിക്കാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. നൗ ഡിപ്പാർട്ട്മെൻറ്റ് കുഡ് ഈസിലി വെരിഫൈ ITC അവൈൽഡ് ഇൻ GSTR 3B വിത്ത് GSTR 2B ആൻഡ് ദേ ക്യാൻ ഇഷ്യൂ നോട്ടീസ്. ഇത്രയുമാണ് ആമുഖമായിട്ട് GSTR 2Bയെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പോർട്ടലിൽ ഒന്ന് ലോഗിൻ ചെയ്ത് ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. GSTR 2B വ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. റെസ്പെക്റ്റീവ് മന്ത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ഡ്രാഫ്റ്റഡ് ITC സ്റ്റേറ്റ്മെൻറ്റ് GSTR 2B എന്നുള്ളൊരു ടൈല് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട്സ് കാണാൻ സാധിക്കും. നോക്കിയാൽ കാണാം, ആദ്യത്തെ ഒരു സമ്മറി ഷീറ്റാണ്. സമ്മറി ഷീറ്റിൽ ITC അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷീറ്റുണ്ട്, ഒരു ടേബിളുണ്ട്. ITC നോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടൊരു ടേബിളുണ്ട്. ITC അവൈലബിൾ എന്ന് പറഞ്ഞ ടേബിളിൽ കാണുന്ന എമൗണ്ട് മാത്രമാണ് നമുക്ക് ITC ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾ അതർ ITC സപ്ലൈസ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺസ്. അത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എമൗണ്ട്, ഇതിൽ പറയുന്ന എമൗണ്ട് 3Bയുടെ 4A5ൽ നമുക്ക് അവൈൽ ചെയ്യാം എന്നതാണ് പറയുന്നത്. ഇവിടെ എമൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് സപ്ലയർ ഫയൽ ചെയ്ത GSTR 1ൻ്റെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതാണ്. ഇനി ഇൻവേർഡ് സപ്ലൈസ് ഫ്രം IST, ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. ഇനി റിവേഴ്സ് ചാർജിലുള്ള എമൗണ്ട് ഈ ടേബിൾ നോക്കിയാൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി മുതൽ GTA സർവീസിൽ നിന്നും മറ്റും വരുന്ന റിവേഴ്സ് ചാർജുകൾ നമുക്ക് മിസ്സായി പോകാനുള്ള ചാൻസ് ഇല്ല. ഈ റിപ്പോർട്ട് എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് റിവേഴ്സ് ചാർജ് നമുക്ക് പേ ചെയ്തിട്ട് റിവേഴ്സ് ചാർജിൻ്റെ ITC എടുക്കാൻ സാധിക്കും. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് ഐസ് ഗേറ്റിൽ നിന്നാണ് വരുന്നത്. അതുപോലെ ITC റിവേഴ്സ് ചെയ്യേണ്ട കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. പ്രധാനമായിട്ടും വരുന്നത് ക്രെഡിറ്റ് നോട്ടാണ്. അതായത് സപ്ലയറുടെ ക്രെഡിറ്റ് നോട്ടിൻ്റെ ബേസിൽ വരുന്ന എമൗണ്ട് നമ്മൾ ITC റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ടാണ്. നമുക്ക് ഇവിടെ ഒരു സംശയം ഉണ്ടായിരുന്നു നേരത്തെ, സപ്ലയർ ക്രെഡിറ്റ് നോട്ട് തന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ആ സംശയം ഇപ്പോൾ ദൂരീകരിച്ചു എന്ന് കരുതുന്നു. ഇനി മുതൽ GSTR 1ൽ സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് GSTR 3Bയുടെ 4B2 എന്നുള്ള ടേബിളിൽ പോയിട്ട് റിവേഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. ആ കൺഫ്യൂഷൻ ഇനി മുതൽ ഉണ്ടാകില്ല. ക്രെഡിറ്റ് നോട്ടിൻ്റെ കൺഫ്യൂഷൻ ഇതോടെ അവസാനിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ ഷീറ്റ് എന്ന് പറയുന്നത് അവൈലബിൾ ITC ആണ്. ഇതെല്ലാം കൂടി ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഡ് ഓൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ഒരുമിച്ച് എക്സ്പാൻഡ് ചെയ്ത് നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ITC അവൈലബിൾ, ഈ ഷീറ്റ് മുഴുവൻ ITC അവൈലബിലിറ്റിൻ്റെ ഷീറ്റാണ്. അതിൻ്റെ താഴെ ITC റിവേഴ്സ് ചെയ്യേണ്ടതും കൂടിയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇനി ITC നോട്ട് അവൈലബിൾ, ഇന്നെലിജിബിൾ ITC ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇന്നെലിജിബിൾ ITC എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരും. അവിടെ വരുന്നത് നമ്മൾ കാണിക്കേണ്ടത് സച്ച് ക്രെഡിറ്റ് ഷാൽ നോട്ട് ബി ടേക്കൺ ഇൻ ഫോം GSTR 3B എന്നാണ് പറയുന്നത്. ഇത് സമ്മറി റിപ്പോർട്ടാണ്. ഇനി നമുക്ക് ഇവിടെ വന്നാൽ
ഓൾ ടേബിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഓൾ ടേബിൾസ്. ഇത് നമുക്ക് ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ട്സുകളാണ്. ഫയൽ ചെയ്തിരിക്കുന്ന പാർട്ടികളും അതിൻ്റെ ഇൻവോയ്സ് ഡീറ്റെയിൽസാണ് ഇവിടെ വന്നിരിക്കുന്നത്. GSTR 1 ഫയൽ ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം. ഇത്രയും ഇൻവോയ്സുകളാണ് ഇവിടെ ഫയൽ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു പേജിൽ 100 വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ പേജിൽ തന്നെ നമുക്ക് കാണാം. ഇത്രയും റിപ്പോർട്ട്സുകളാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. സപ്ലയർ വൈസ് ഡീറ്റെയിൽസ് ആണ്. ഇനി ഡോക്യുമെൻ്റ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡോക്യുമെൻ്റ് വൈസ് ആണ്. ഇനി സപ്ലയർ വൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം. ഒരു സപ്ലയർ എത്ര ഇൻവോയ്സ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് ഇവിടെ നോക്കിയാൽ കാണാം. ഇവിടെ 2 സപ്ലയറാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോക്യുമെൻ്റ് വൈസ്, ഇവിടെ സപ്ലയർ വൈസ്. ഇനി സെലക്ട് ടേബിൾ ടു വ്യൂ ഡീറ്റെയിൽസ്. ഓരോ ടേബിളിനകത്ത് വന്നിരിക്കുന്നത് നമുക്ക് സെപ്പറേറ്റ് കാണാം. ടാക്സ് ഓൾ ഇൻവേർഡ് സപ്ലൈസ് റിസീവ്ഡ് ഫ്രം രജിസ്റ്റേർഡ് പേഴ്സൺ. B2Bയിൽ ഫയൽ ചെയ്തിരിക്കുന്ന ഇൻവോയ്സുകളുടെ ഡീറ്റെയിൽസ് ആണിത്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. താഴെ വന്നാൽ അമെൻമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ B2Bയുടെ അമെൻമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഡെബിറ്റ് നോട്ട്, ക്രെഡിറ്റ് നോട്ട് ഒറിജിനൽ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് 3 ക്രെഡിറ്റ് നോട്ടാണ് ഈ പാർട്ടി ഫയൽ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടാക്സ് എമൗണ്ട് ഇവിടെയുണ്ട്. അത് നമ്മൾ ആദ്യം സമ്മറി ഷീറ്റിൽ കണ്ടു. ITC to be reversed എന്നുള്ള കോളത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ITC to be reversed 269 രൂപ 54 പൈസ. ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. B2B ക്രെഡിറ്റ് നോട്ടിലാണ് 269 രൂപ 54 പൈസ. അപ്പോൾ പാർട്ടി നമ്മുടെ സപ്ലയർ ക്രെഡിറ്റ് നോട്ട് ലോഡ് ചെയ്തതുകൊണ്ട് 269 രൂപ 54 പൈസ നമ്മുടെ ഈ മാസത്തെ 3Bയിൽ റിവേഴ്സ് ചെയ്യണം. അതാണ് ഓൾ ടേബിൾസിനകത്ത് ഇവിടെ വരുന്ന ഈ ക്രെഡിറ്റ് നോട്ട് തന്നെയാണത്. ക്രെഡിറ്റ് നോട്ടിൻ്റെ സമ്മറിയാണ് നമ്മൾ ആദ്യം കണ്ട എമൗണ്ട്. ഈ എമൗണ്ടാണ് റിവേഴ്സ് ചെയ്യാൻ പറയുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അടുത്ത ടേബിൾ എടുക്കാം. അമെൻമെൻറ്റ്സ് ടു പ്രീവിയസ്ലി ഫയൽഡ് ക്രെഡിറ്റ് നോട്ട്, ഡെബിറ്റ് നോട്ട്. അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഡേറ്റ ഇല്ല. ISD ക്രെഡിറ്റ്, അമെൻമെൻറ്റ്സ് ടു ISD ക്രെഡിറ്റ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓൺ ബിൽ ഓഫ് എൻട്രി, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫ്രം സെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ നമുക്ക് വേണ്ടത്, പ്രധാനമായിട്ടും വേണ്ടത് സമ്മറി റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. സമ്മറി റിപ്പോർട്ടിൽ ITC അവൈലബിൾ എന്നുള്ള കോളമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓൾ അതർ ITC നമ്മൾ എവിടെയാണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ITCയിലുള്ള എമൗണ്ട് ഇഫ് ദിസ് ഇസ് പോസിറ്റീവ് ക്രെഡിറ്റ് മേ ബി അവൈൽഡ് അണ്ടർ ടേബിൾ 4A5 ഓഫ് ഫോം GSTR 3B. എവിടെയാണ് എൻട്രി? ഇനി ഇവിടെ വരുന്ന എമൗണ്ടുകൾ 3Bയുടെ ഏത് കോളത്തിലാണ് എൻട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ഒരു മിസ്റ്റേക്ക് വരേണ്ട കാര്യമില്ല. ഇഫ് ദിസ് ഇസ് നെഗറ്റീവ് ക്രെഡിറ്റ് ഷാൽ ബി റിവേഴ്സ്ഡ് അണ്ടർ ടേബിൾ 4B2 ഓഫ് ഫോം GSTR 3B. അപ്പോൾ ITC അവൈലബിൾ നെഗറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യണം. പോസിറ്റീവായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവൈൽ ചെയ്യാം. അത് ഇതുപോലെ തന്നെ ISDയിൽ വരുന്ന ക്രെഡിറ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ടേബിൾ 4A4ൽ നമുക്ക് ക്ലെയിം ചെയ്യാം 3Bയുടെ. ഇനി അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ചെയ്യണം. 4B2വിൽ റിവേഴ്സ് ചെയ്യണം. അതുപോലെ ഇൻവേർഡ് സപ്ലൈസ് ലയബിൾ ടു റിവേഴ്സ് ചാർജ്. GTA സർവീസിൽ നിന്ന് വരുന്ന ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ വരും. ഇൻവോയ്സ്, ഡെബിറ്റ് നോട്ട്, ഇൻവോയ്സ് അമെൻമെൻറ്റ്, ഡെബിറ്റ് നോട്ട് അമെൻമെൻറ്റ്. അതെന്താ ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദി സപ്ലൈ ഷാൽ ബി ഡിക്ലെയർഡ് ഇൻ ടേബിൾ 3.1D ഓഫ് ഫോം GSTR 3B. ആ സപ്ലൈ നമ്മൾ ഇൻവേർട്ട് സപ്ലൈ നമ്മളവിടെ റിപ്പോർട്ട് ചെയ്യണം. അത് നമുക്ക് അറിയാവുന്നതാണ്. ഇവിടെ ടേബിൾ നമ്പർ എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റ് മേ ബി ഇവിടെ എഴുതിയിട്ടുണ്ട്. ക്രെഡിറ്റ് മേ ബി അവൈൽഡ് അണ്ടർ ടേബിൾ 4A3 ഓഫ് ഫോം GSTR 3B ഓൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ, GST കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 3Bയിൽ അവൈൽ ചെയ്യാം ഈ ITC. ഇമ്പോർട്ട് ഓഫ് ഗുഡ്സിൻ്റെ ഇഫ് ദിസ് ഈസ് പോസിറ്റീവ് ക്രെഡിറ്റ് മേ ബി അവൈൽഡ് അണ്ടർ ടേബിൾ 4A1 ഓഫ് 3B. If this is negative, credit shall be reversed. ഇമ്പോർട്ടിൻ്റെ കേസിൽ അങ്ങനെയാണ്. ഇനി ITC റിവേഴ്സിൽ ഇഫ് ദിസ് ഇസ് പോസിറ്റീവ് ക്രെഡിറ്റ് ഷാൽ ബി റിവേഴ്സ്ഡ് അണ്ടർ ടേബിൾ 4. ഇവിടെ റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ITC റിവേഴ്സ് ചെയ്യേണ്ട എമൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രെഡിറ്റ് നോട്ടും, ക്രെഡിറ്റ് നോട്ട് അമെൻമെൻറ്റും, ക്രെഡിറ്റ് നോട്ട് റിവേഴ്സ് ചാർജ്, ക്രെഡിറ്റ് നോട്ട് റിവേഴ്സ് ചാർജ് അമെൻമെൻറ്റും, അതർ ക്രെഡിറ്റ് നോട്ട്സ് അമെൻമെൻറ്റ്, ISDയുടെ ക്രെഡിറ്റ് നോട്ടും ISDയുടെ ക്രെഡിറ്റ് നോട്ട് അമെൻമെൻറ്റും, ഇതിൻ്റെ എല്ലാം കൂടി വരുന്ന എമൗണ്ട് ഇവിടെ പ്ലസ് ആണെങ്കിലാണ് റിവേഴ്സ് ചെയ്യേണ്ടത്. ഇവിടെ വരുന്ന എമൗണ്ട് പ്ലസ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യണം. ഇവിടെ വരുന്ന എമൗണ്ട് മൈനസ് ആണെങ്കിൽ, മൈനസ് വരുന്ന ഏത് സിറ്റുവേഷനിലാണ്?
ഒരു ക്രെഡിറ്റ് നോട്ട് അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് മാറിയിട്ട് മൈനസ് വരാൻ വേണമെങ്കിൽ പല ക്രെഡിറ്റ് നോട്ട്സുകൾ അമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സം ടോട്ടൽ നെറ്റ് മൈനസ് ആയിട്ട് വരാം. മൈനസ് ആയിട്ട് വന്നാൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ഇഫ് ദിസ് ഈസ് നെഗറ്റീവ് ദെൻ ക്രെഡിറ്റ് മേ ബി റീക്ലെയിംഡ് സബ്ജക്റ്റ് ടു റിവേഴ്സൽ ഓഫ് സെയിം ഓൺ ആൻ ഏർലിയർ ഇൻസ്റ്റൻസ്. അതായത് ഇതിന് മുമ്പ് ക്രെഡിറ്റ് നോട്ട് വന്നപ്പോൾ റിവേഴ്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ മൈനസ് വന്നാൽ അത് തിരിച്ച് ക്ലെയിം ചെയ്യാം എന്നാണ് പറയുന്നത്. നേരത്തെ അത് റിവേഴ്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മൈനസ് വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മളത് വെറുതെ വിടുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി എല്ലാ കാര്യത്തിലും പോസിറ്റീവ് ആണെങ്കിൽ അവെയിൽ ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുക. റിവേഴ്സൽ കോളത്തിൽ വരുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുക, നെഗറ്റീവ് ആണെങ്കിൽ അവെയിൽ ചെയ്യുക. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ITC നോട്ട് അവൈലബിൾ എന്നുള്ള കോളമാണ്. ITC നോട്ട് അവൈലബിൾ എന്ന് പറയുന്നതിനകത്ത് 2 തരത്തിലുള്ളതുണ്ട്. ഒന്ന്, അവെയിൽ ചെയ്യാനേ പാടില്ല. മറ്റേത് ടാക്സ് കൊടുക്കാം, പക്ഷേ റിവേഴ്സ് ചാർജിൽ ടാക്സ് കൊടുക്കണം, പക്ഷേ ക്രെഡിറ്റ് എടുക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് ക്രെഡിറ്റ് റിവേഴ്സ് ചെയ്യേണ്ട കേസിലും ആണ് ഇവിടെ വരുന്നത്. അങ്ങനെ 3 സിറ്റുവേഷനാണ് GSTR 2Bയുടെ ITC നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ടേബിളിൽ വരുന്നത്. ഇത് ഒരു വിധത്തിൽ പറഞ്ഞാൽ GSTR 2A തന്നെയാണ്. പക്ഷേ GSTR 2A നമുക്കറിയാം അതൊരു സ്റ്റാറ്റിക് റിപ്പോർട്ടല്ല, അത് കണ്ടിന്യൂസ്ലി വേരിയബിൾ റിപ്പോർട്ടാണ്. ഒരു ദിവസത്തെ റിപ്പോർട്ടല്ല, പിറ്റേ ദിവസത്തെ റിപ്പോർട്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു ഫൈനൽ എമൗണ്ട് അറൈവ് ചെയ്യാൻ GSTR 2A വെച്ചിട്ട് സാധിക്കില്ല. പക്ഷേ GSTR 2B വെച്ചിട്ട് നമുക്കത് സാധിക്കും. അതൊരു സ്റ്റാറ്റിക് റിപ്പോർട്ട് ആയതുകൊണ്ട് അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉള്ളതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് യൂസ്ഫുള്ളായിട്ട് വരും GSTR 3B പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ റിപ്പോർട്ട് കൂടി ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് GSTR 2B സമ്മറി PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, എക്സൽ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഈ റിപ്പോർട്ടൊന്ന് പ്രിൻ്റ് എടുത്ത് വെച്ചതിന് ശേഷം ഈ റിപ്പോർട്ടിൽ പറയുന്ന രീതിയിൽ 3B ഫില്ല് ചെയ്യുക. നമ്മുടെ വർക്ക് വളരെ ഈസി ആവും. അഡ്വൈസറിയും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും ഈ റിപ്പോർട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എക്സലിൽ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് എക്സലിൽ വരുന്നത്. എക്സൽ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പർപ്പസിനും കൂടി യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എക്സലിൽ കൂടി തന്നിരിക്കുന്നത്. PDFും എക്സലും സെയിം റിപ്പോർട്ട് തന്നെയാണ്. എക്സലിൽ സെപ്പറേറ്റ് ടേബിൾ ഷീറ്റിലായിരിക്കും എന്ന് മാത്രം. ITC അവൈലബിൾ, ITC നോട്ട് അവൈലബിൾ, B2B അമെൻമെൻറ്റ്, CDNR അമെൻമെൻറ്റ്, ISD അമെൻമെൻറ്റ്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫ്രം സെസ്. ഇത്തരം ഷെഡ്യൂൾസാണ് എക്സലിലുള്ളത്. അപ്പോൾ ഓഗസ്റ്റിലെ GSTR 3B ഫയൽ ചെയ്യുന്ന സമയം മുതൽ ഈ റിപ്പോർട്ട് എടുത്ത് അത് യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കുക. സപ്ലയേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുക. ഫയൽ ചെയ്യാത്ത സപ്ലയേഴ്സിനെ ഫോളോ അപ്പ് ചെയ്ത് സപ്ലയേഴ്സിനോട് സമയത്ത് ഫയൽ ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സപ്ലയർ കൊടുക്കേണ്ടി വരുമെന്ന് പറയുക. ആ രീതിയിൽ നമുക്ക് കുറച്ചുകൂടി പ്രശ്നരഹിതമായിട്ട് GSTR 3B ഇനി മുതൽ ഫ്യൂച്ചറിലേക്ക് ഫയൽ ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്.